ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പ്ലസ് ടു അക്കൗണ്ടിങ്ങിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന എക്സാമിൽ, പബ്ലിക് എക്സാമിൽ നിങ്ങൾ ബേസിക് കോൺസെപ്റ്റ് ഇൻ പാർട്ണർഷിപ്പ് ആണെങ്കിലും അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഇതിലൊക്കെയും നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പാർട്ണർഷിപ്പ് ഫേമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. എവറി പാർട്ണർഷിപ്പ് ഹാസ് ടു മെയിൻറ്റെയിൻ ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു വർഷാവസാനം അവരുടെ ക്യാപിറ്റൽ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടോ, ഏതൊരു വോളിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത് ബൈ പ്രിപ്പയറിങ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, നമുക്ക് ആ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ നോർമലി ക്യാപിറ്റൽ അക്കൗണ്ട് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ജേണൽ എൻട്രി പഠിക്കും, അതിൻ്റെ ഫോർമാറ്റ്, അതിൽ ഓരോ കണ്ടൻറ്റും നമ്മൾ പഠിക്കും, എന്നിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ദിസ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് നോർമലി ഒരു ലെഡ്ജറിനുള്ളത് പോലെ തന്നെ ഇറ്റ് ഹാസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പം ഞാൻ ഇതിലുള്ള ഒരു ഐറ്റം പോലും നിങ്ങളെടുത്ത് ഞാൻ കൺവേ ചെയ്യുന്നില്ല. അതിനു മുൻപ് ഇതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇത് പഠിക്കാനുള്ള സിമ്പിൾ ടെക്നിക്ക്, അതായത് 2 മിനിറ്റ് അല്ല 3 മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് എ ലാബിലിറ്റി ഓഫ് ദി ബിസിനസ്. ബിസിനസിൻ്റെ ലാബിലിറ്റി ആണ് എന്ത്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമ്മൾ +1 പഠിച്ചാണ്. ഇറ്റ്സ് എ ലാബിലിറ്റി ഓഫ് എ ബിസിനസ്. ലാബിലിറ്റി ആണെങ്കിൽ നോ ഡൗട്ട് അതിനെന്ത് ബാലൻസ് കാണിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും കാണിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. എന്താ കാണിക്കുക, ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. എന്ത് ബാലൻസ് കാണിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഐറ്റം ആണെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലായിരിക്കും. എന്താ പറഞ്ഞത്, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഐറ്റം ആണെങ്കിൽ നോ ഡൗട്ട് ഇറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് ഓൾവേസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ എവിടെ ഉണ്ടാവുക, ഇവിടെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ സൈഡ് എന്ന് പറയും അല്ലേ, ബൈ ബാലൻസ് ബ്രോ ഡൗൺ, ഇവിടെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 1 lakh rupees ഓൺ ദി ക്രെഡിറ്റ് സൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. സിമ്പിൾ ലോജിക് അല്ലേ. ക്രെഡിറ്റ് ബാലൻസ് ഐറ്റം ആണെങ്കിൽ നോ ഡൗട്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എവിടെ ഉണ്ടാവുക, ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. സിമ്പിൾ ലോജിക്. മനസ്സിലായോ, ആ ലോജിക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോളൂ. ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഐറ്റം ആണെങ്കിൽ ഇതിൻ്റെ അളവ് കൂടണമെങ്കിൽ, ക്യാപിറ്റലിൻ്റെ അളവ് കൂടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റത്തിൻ്റെ അളവ് കൂടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അതിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, കൂടണമെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ കുറയണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദിസ് ഈസ് ദി സിമ്പിൾ ലോജിക് ബിഹൈൻഡ് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ ഒരു നോളജ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി ടു പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ് ദെർഫോർ ഇറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് ഓൾവേസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. എപ്പോഴും അത് ക്രെഡിറ്റ് സൈഡിലാണ് ഉണ്ടാവുക. ദെൻ ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ ക്യാപിറ്റൽ കുറയുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. ഇതായിരുന്നു ഞാൻ പറഞ്ഞ റൂൾ അല്ലേ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്, ഇറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. Then those items which will increase the volume of capital should be shown on the credit side. ക്യാപിറ്റൽ കൂടുന്ന ഐറ്റങ്ങൾ ഏതൊക്കെയുണ്ടോ അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. Then those items which will reduce the volume of capital should be shown on the debit side of capital account. ക്യാപിറ്റൽ അളവ് കുറയ്ക്കുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഇതാണ് സിമ്പിൾ ലോജിക്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ജസ്റ്റ് ഫോർമാറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതിലുള്ള ഒരു ഐറ്റവും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ലോജിക്ക് ഞാൻ തന്നല്ലോ. ഓക്കെ, ലോജിക്ക് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യാനുള്ള 2 മെത്തേഡ്സിനെ കുറിച്ചാണ്. There are 2 ways. Okay, there are 2 ways
ടു മെയിൻറ്റെയിൻ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ ടു പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കാൻ നമ്മുടെ മുന്നിൽ രണ്ട് മാർഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് രണ്ട് മാർഗങ്ങൾ? നിങ്ങളൊരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് മാർഗങ്ങൾ? ഒന്ന്, യു ക്യാൻ പ്രിപ്പയർ ബൈ യൂസിങ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഏത് ഉപയോഗിക്കാം? നിങ്ങൾക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ യു ക്യാൻ അപ്ലൈ ഫ്ലക്ച്വേറ്റിംഗ്. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് capital method. Okay, method. There are two ways to prepare capital account, that is fixed capital method and fluctuating capital method. എന്താണ് ഇതിന്റെ ഡിഫറൻസ്? ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, സപ്പോസ് നിങ്ങൾ ഇതാണ് ഫോളോ ചെയ്യുന്നെങ്കിൽ യു ഹാവ് ടു മെയിൻറ്റെയിൻ ഓർ പ്രിപ്പയർ ടു അക്കൗണ്ട്സ്. ഓക്കെ, നിങ്ങൾ രണ്ട് അക്കൗണ്ട് വരയ്ക്കേണ്ടതുണ്ട്. എന്താ ഈ രണ്ട് അക്കൗണ്ടിന്റെ പേര്? ഇതിന്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിന്റെ പേരെന്താണ്? കറണ്ട് അക്കൗണ്ട് എന്നാണ്. എന്താണ്? കറണ്ട് അക്കൗണ്ട്. യു ഹാവ് ടു മെയിൻറ്റെയിൻ ടു അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. രണ്ട് അക്കൗണ്ട് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇൻ കേസ് ഓഫ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്, ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഒറ്റ അക്കൗണ്ട് വരച്ചാൽ മതി. ഈ ഒറ്റ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെയും ഒരു മിക്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു അക്കൗണ്ട് വരയ്ക്കും. അങ്ങനെ ഒറ്റ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ മുഴുവൻ കാര്യങ്ങളെയും ഒന്നിൽ ഉൾക്കൊള്ളിക്കുന്നുവെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ദെൻ സപ്പോസ് അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് അക്കൗണ്ട്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, രണ്ട് അക്കൗണ്ടാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, രണ്ട് മെത്തേഡ് നമ്മൾ പരിചയപ്പെട്ടു. രണ്ട് മാർഗങ്ങളുണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. നോർമലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഫോളോ ചെയ്യുക. സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റിൽ പറയും യു ഹാവ് ടു മെയിൻറ്റെയിൻ ഓർ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആസ് പെർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യണം. അതർവൈസ് യു ക്യാൻ ഫോളോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ദിസ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്. യു ക്യാൻ സീ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഒരു വ്യക്തിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്, അതുകൊണ്ടാണ് ഒറ്റ എമൗണ്ടുകളോളം കാണുന്നത്. ശരി, അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ഓപ്പണിംഗ് ബാലൻസ് ഓൾവേസ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. എപ്പോഴും എവിടെ ഉണ്ടാവുക? ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ വേറെ കുറേ ഐറ്റങ്ങളാണ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ എന്താണ്? ക്യാപിറ്റൽ കൂടുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കും? ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ക്യാപിറ്റൽ കുറയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കും? ഓൺ ദി ഡെബിറ്റ് സൈഡ്. കൂടുന്നതിന് ക്രെഡിറ്റ് സൈഡിലും കുറയുന്നതിന് ഡെബിറ്റ് സൈഡിലുമാണ് കാണിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഓരോ ഐറ്റങ്ങളെയും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. റെഡി? ഓക്കെ, ഫസ്റ്റ് ബാലൻസ് ബ്രോഡ് ഓൺ മീൻസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദി ക്യാപിറ്റൽ. എവിടെയാണ് കാണിക്കുക? ക്യാപിറ്റൽ ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്, നോ ഡൗട്ട് ദിസ് വിൽ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഇതിനെ നമ്മൾ ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എവിടെ കാണിക്കും? ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്. നോ ഡൗട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ദ നെക്സ്റ്റ് വൺ യു ക്യാൻ സി ക്യാഷ്, ബ്രാക്കറ്റിൽ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ സ്ഥാപനത്തിലേക്ക് ഈ വ്യക്തി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. 1 ലക്ഷം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, 1 ലക്ഷം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. 1 ലക്ഷം ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നു പറഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ അളവ് കൂടുകയാണോ ചെയ്യുക, കുറയുകയാണോ ചെയ്യുക? ഓൾറെഡി 1 ലക്ഷം ഉണ്ട്, 50,000 ക്യാപിറ്റൽ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ നോ ഡൗട്ട് ദ ക്യാപിറ്റൽ വോളിയം ഗെറ്റ് ഇൻക്രീസ്ഡ്. എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യപ്പെടും. അപ്പം ക്യാപിറ്റലിന്റെ വോളിയം കൂടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോ ഡൗട്ട് ദിസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് അല്ലെ? കൂടണമെങ്കിൽ നോ ഡൗട്ട് ഇതിനെ നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ അഡീഷണൽ ക്യാപിറ്റലിനെ ഞാൻ ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഫൈൻ, ക്രെഡിറ്റ് സൈഡ് കാണിച്ചു. ഇപ്പം 1 ലക്ഷം നേരത്തെ ഉള്ളതുണ്ട്, ഇപ്പം കൊണ്ടുവന്ന 50,000 ഉണ്ട്, 1.5 ലക്ഷം രൂപയായിട്ട് ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. നെക്സ്റ്റ് ആയിട്ട് എടുക്കാൻ പോകുന്നത് ഡ്രോയിങ്സ്. നിങ്ങൾക്ക് അറിയാലോ ഡ്രോയിങ്സ് എന്താണെന്ന് അല്ലേ? പേഴ്സണൽ പർപ്പസിന് ബിസിനസ്സിൽ നിന്ന് ഓണർ പിൻവലിക്കുന്നതിന് എന്താ വിളിക്കുക? ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പം ഓൾറെഡി ഉള്ള ക്യാപിറ്റലിൽ നിന്ന് അദ്ദേഹം പിൻവലിക്കുകയാണെങ്കിൽ നോ ഡൗട്ട് ക്യാപിറ്റലിൻ്റെ അളവ് എന്ത് ചെയ്യണം? കുറയണം. ഡ്രോയിങ്സ് ഓൾവേസ് റിസൾട്ട് റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ. ക്യാപിറ്റലിൻ്റെ വോളിയം എന്ത് ചെയ്യും? കുറയ്ക്കും. കുറയണമെങ്കിൽ നോ ഡൗട്ട് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് അല്ലേ? ക്യാപിറ്റലിൻ്റെ വോളിയം കുറയണമെങ്കിൽ എവിടെ കാണിക്കേണ്ടത്? കുറയുന്നൊക്കെ നമ്മൾ എവിടെ കാണിക്കുക? ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് ഡ്രോയിങ്സിനെ നമ്മൾ എവിടെ കൊണ്ടുവന്നു? ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡ്രോയിങ്സിനെ പ്ലേസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഓക്കെ,
ഇനി നിങ്ങൾ പറ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് ഈ ഓണർ കൊണ്ടുവന്ന പണത്തിന് ബിസിനസ് എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു. ക്യാപിറ്റൽ വോളിയം മസ്റ്റ് ഇൻക്രീസ്ഡ്. ക്യാപിറ്റൽ വോളിയം എന്ത് ചെയ്യണം? കൂടണം. നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ബാങ്ക് ഇൻട്രസ്റ്റ് തരുമ്പോൾ ബാങ്ക് ബാലൻസ് എന്ത് ചെയ്യും? കൂടാറുണ്ട്. സിമിലർലി ബിസിനസ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഓണറുടെ ക്യാപിറ്റൽ വോളിയം എന്ത് ചെയ്യും? കൂട്ടും. ക്യാപിറ്റൽ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എന്ത് പ്ലേസ് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഞാൻ ക്രെഡിറ്റ് സൈഡിൽ അത് പ്ലേസ് ചെയ്തു. ഫൈൻ. ഓക്കെ, ദെൻ യു ക്യാൻ സീ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പേഴ്സണൽ പർപ്പസിന് ഞാൻ ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിച്ചിട്ടുണ്ട്. ഫോർ ദാറ്റ് ബിസിനസ് മേ ചാർജ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മളോട് പറയും ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് എടുത്ത എമൗണ്ട് ആയിരുന്നു, അതിൽ നിന്ന് നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ആസ് എ ഓണർ യു മസ്റ്റ് പേ ഇൻട്രസ്റ്റ്. അപ്പം ബിസിനസ്സിന് എന്ത് ചെയ്യാണ്? ഇൻട്രസ്റ്റ് കിട്ടുകയാണ്. ഓണറെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ വോളിയം കുറയുന്ന ഒരു ഐറ്റമാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് നമ്മൾ കുറയണമെങ്കിൽ എവിടെയാണ് കാണിക്കേണ്ടത്? ക്യാപിറ്റൽ കുറയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡെബിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്ലിയർ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് റെമ്യൂണറേഷനെ കുറിച്ചാണ്. റെമ്യൂണറേഷൻ. ഈ പാർട്ട്ണർക്ക് എന്ത് ചെയ്യണം? നമ്മൾ റെമ്യൂണറേഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇൻ ഫോം ഓഫ് സാലറി ഓർ കമ്മീഷൻ. ഓക്കെ, ഇവിടെ സാലറിയും കൊടുത്തിട്ടുണ്ട്, കമ്മീഷനും കൊടുത്തിട്ടുണ്ട്. സാലറിയും കൊടുത്തിട്ടുണ്ട്, കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. സാലറി കമ്മീഷൻ കിട്ടുമ്പോൾ ക്യാപിറ്റൽ അളവ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഇൻക്രീസ് ചെയ്യണമെങ്കിൽ സാലറി ആണെങ്കിലും ശരി, കമ്മീഷൻ ആണെങ്കിലും ശരി, ദാറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പ്ലേസ് ചെയ്തു. കൂടുന്ന ഐറ്റം അല്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ക്രെഡിറ്റ് ചെയ്തത്. ശരി, ഇനി നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഈ വർഷം നമുക്ക് എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? പ്രോഫിറ്റ് നമ്മൾ കാണിക്കുന്ന എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക അല്ലേ? പ്രോഫിറ്റ് നമ്മൾ കാണിക്കുക എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഈ അപ്രോപ്രിയേഷൻ പ്രോഫിറ്റ് വിധിക്കുമ്പോൾ ക്യാപിറ്റലിൻ്റെ അളവ് കൂടണം. അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എപ്പോഴും എവിടെ കാണിക്കുക? ക്രെഡിറ്റ് സൈഡിൽ. എപ്പോൾ? അത് പ്രോഫിറ്റ് ആണെങ്കിൽ. ഇഫ് ഇറ്റ് ഈസ് ലോസ്, ക്യാപിറ്റൽ അളവ് എന്ത് ചെയ്യണം? കുറയണം. ഒരു ലോസ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓണറുടെ ക്യാപിറ്റൽ കുറയാണ് വേണ്ടത്. കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നോ ഡൗട്ട് ദിസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഇതുപോലെ നിങ്ങൾ ഏത് ഐറ്റം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക, ആ ക്യാപിറ്റലിൻ്റെ അളവ് കൂടുന്ന ഐറ്റം ആണോ അല്ലെങ്കിൽ കുറയുന്ന ഐറ്റം ആണോ എന്ന്. ഓക്കെ, കൂടുന്ന ഐറ്റം ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഇഫ് ഇറ്റ് ഈസ് റിസൾട്ട് റെഡ്യൂസിങ് ദി വോളിയം ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ്. ദിസ് ഈസ് എ സിമ്പിൾ ഫോർമുല. നിങ്ങൾ ഒരുപാട് പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന പോയിന്റാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കാര്യം വളരെ സിമ്പിളാണ്. ഇനി ഇതിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സിമിലർ ടു ലെഡ്ജർ ബാലൻസിങ് അല്ലേ? നമ്മൾ സാധാരണ ഒരു ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നത് പോലെ നമ്മൾ ബാലൻസ് ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡ് ആണ് ടോട്ടൽ എങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തു, സെയിം ടോട്ടൽ ഇവിടെ പ്ലേസ് ചെയ്തു. ഓക്കെ, then take the difference. ഇതിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ബാലൻസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ you will get a balance. Okay, this is called balance carried down. So capital account actually ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ to find the closing balance of capital. ഇപ്പോൾ ഇയാൾക്ക് എത്ര രൂപ ക്യാപിറ്റൽ ഉണ്ട്? തുടങ്ങുമ്പോൾ 1 ലക്ഷം ഉണ്ടായിരുന്നു, എന്തൊക്കെയോ വന്ന് കൂടിയിട്ടുണ്ട്, എന്തൊക്കെയോ വന്ന് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എത്രയുണ്ട്? ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. Then this balance, no doubt this should be transferred to balance sheet. ഇത് എങ്ങോട്ടേക്ക് പോകും? ബാലൻസ് ഷീറ്റിലേക്ക് പോകും. So this is capital account as per ഏത് മെത്തേഡ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഏതാണ്? fluctuating capital method, because all item related with the capital is placed in one area or one account. ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ that is fluctuating capital method. ഇത് സിമ്പിൾ ആണ്, വളരെ എളുപ്പമാണ്. ആ ലോജിക്ക് ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ എന്തിനെ പരിചയപ്പെടാൻ പോകുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട് ആസ് പെർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് വൺ അക്കൗണ്ട് യു നീഡ് ടു മെയിൻറ്റെയിൻ ഓർ പ്രിപ്പയർ 2 accounts, ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് കറണ്ട് അക്കൗണ്ട്. നിങ്ങൾ ഒന്നിനു പകരം എത്ര പ്രിപ്പയർ ചെയ്യണം? 2 എണ്ണം പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ശരി, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വളരെ സിമ്പിളാണിത്.
സെപ്പറേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2 items, ഓക്കെ, നോർമലി 2 items, ദാറ്റ് ഈസ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. 2 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ നിന്ന് എടുത്തു മാറ്റാൻ പോകുന്നത്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ, ഈ 2 കാര്യങ്ങളെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തെടുക്കും. അതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടിലേക്ക് കൊണ്ടുവെക്കും. ആ അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ് ഇതിലെ 2 കാര്യങ്ങൾ? ബാലൻസ് ബ്രോ ഡൗൺ, അതായത് ഓപ്പണിംഗ് ബാലൻസും അതുപോലെ അഡീഷണൽ ക്യാപിറ്റലും. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലേസ് ചെയ്യുക. ഇനി നമ്മൾ ക്യാപിറ്റൽ നല്ല ഡയറക്റ്റ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിലും നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡ് കാണിക്കാറുണ്ട്. വളരെ റെയർ ആയിട്ട് അങ്ങനെ വരാറുള്ളൂ. ഓക്കെ, അതർവൈസ് ഓൺലി 2 items, ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. ദെൻ ഓൾ അതർ ഐറ്റം, ബാക്കി എല്ലാ കാര്യങ്ങളെയും നമ്മൾ എടുത്ത് എവിടെ കൊണ്ടുപോകും? കറണ്ട് അക്കൗണ്ട് പോകും. ഓക്കെ, ഇതിൽ എന്തുണ്ടാവില്ല? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവില്ല. ഇതിൽ എന്തുണ്ടാവില്ല? അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ടാവും. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടാവും, സാലറി ഉണ്ടാവും, കമ്മീഷൻ ഉണ്ടാവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ടാവും, ഡ്രോയിങ്സ് ഉണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടാവും, ഷെയർ ഓഫ് ലോസ് ഉണ്ടാവും. സോ ഓൾ ദോസ് ഐറ്റംസ് വിൽ ബി പ്ലേസ്ഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ. ഓൾ അതർ ഐറ്റം റിലേറ്റഡ് വിത്ത് ക്യാപിറ്റൽ വിൽ ബി ഷോൺ ഓൺ ദി കറണ്ട് അക്കൗണ്ട്. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ബാലൻസ് ബ്രോ ഡൗൺ ആൻഡ് അഡീഷണൽ ക്യാപിറ്റൽ എവിടെയാണ് പോവുക? ബാലൻസ് ബ്രോ ഡൗണും അഡീഷണൽ ക്യാപിറ്റൽ എവിടെയാണ് പോവുക? ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ? നോ ഡൗട്ട് ഈ 2 ഐറ്റങ്ങളാണ് എങ്ങോട്ടേക്ക് നമ്മൾ പറഞ്ഞേക്കാൻ പോകുന്നത്? നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഓക്കെ, സോ ദീസ് 2 items വിൽ ബി പ്ലേസ്ഡ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. ദെൻ ഡ്രോയിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എവിടെയാ പോവുക? ക്യാപിറ്റൽ കുറയുന്ന ഐറ്റം ആണ്. നോ ഡൗട്ട് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, ദെൻ സാലറി, കമ്മീഷൻ, ഇത് രണ്ടും എന്താണ്? ക്യാപിറ്റലിന്റെ വോളിയം കൂട്ടുന്ന ഐറ്റം ആണ്. നോ ഡൗട്ട് ദിസ് വിൽ ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഇതെവിടെ കാണിക്കണം? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് കാണിച്ചു. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ, നമ്മൾ എന്ത് സങ്കല്പിക്കുന്നു? ഇത് ലോസ് ആണെങ്കിൽ എവിടെ പോകും? ഡെബിറ്റ് സൈഡ് പോവും. പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെ പോവും? ക്രെഡിറ്റ് സൈഡ് പോവും. ഓക്കെ, അപ്പം നമ്മൾ പ്രോഫിറ്റ് ആണെന്ന് സങ്കല്പിച്ച് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഞാൻ എവിടെ വെച്ചു? ക്രെഡിറ്റ് സൈഡിൽ ഇട്ടു. കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. സപ്പോസ് അത് ലോസ് ആയിരുന്നെങ്കിൽ നോ ഡൗട്ട് ദിസ് ഷുഡ് ബി പ്ലേസ്ഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. അല്ലേ? ക്യാപിറ്റൽ കുറയുന്ന ഐറ്റം ആണെങ്കിൽ നമ്മൾ അവിടെ കാണിക്കണം, ഡെബിറ്റ് സൈഡ് കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടുന്ന ഐറ്റമാണോ കുറയുന്ന ഐറ്റമാണോ? കുറയുന്ന ഐറ്റം അല്ല, കൂടുന്ന ഐറ്റമാണ്. അല്ലേ? കൂടുന്ന ഐറ്റമാണ്. സോ ദാറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന്റെ അളവ് കുറയ്ക്കുന്ന ഐറ്റമാണ്. സോ നോ ഡൗട്ട് ഇറ്റ് വിൽ ബി ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഇനി നമ്മൾ സാധാരണ പോലെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ബാലൻസ് ചെയ്യും. നമ്മൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന് ബാലൻസ് ചെയ്യും. ടോട്ടൽ ചെയ്തു. ഇവിടെ ബാലൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സെയിം എമൗണ്ട് എടുത്ത് മേലെ ഇടും. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യും? ബാലൻസ് ക്യാരി ഡൗൺ. ഓക്കെ, ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ടോട്ടൽ എടുത്തു, സെയിം ടോട്ടൽ, ടേക്ക് ദ ഡിഫറൻസ്. സോ ദിസ് ഇസ് ബാലൻസ് ക്യാരി ഡൗൺ. അപ്പം നിങ്ങൾ ഇവിടെ ഒരു ക്യാരി ഡൗൺ ഉണ്ട്, ഇവിടെ ഒരു ക്യാരി ഡൗൺ. അല്ലേ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? നമ്മളുടെ ഈ ക്യാരി ഡൗൺ കിട്ടണം. അല്ലേ? ഫ്ലക്ച്വേറ്റിംഗ് പ്രകാരം എല്ലാം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്ന ബാലൻസും നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്ന ബാലൻസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ചില സമയത്ത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് എന്ത് പറയും? പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ആസ് പെർ ഫ്ലക്ച്വേറ്റിംഗ്, ആസ് പെർ ഫിക്സഡ്, രണ്ടും പറയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു സാമ്പിൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ്സിന് ശേഷം ഒന്നുകൂടെ കാണുക. സംശയങ്ങൾ അല്ലെങ്കിൽ +2 അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇൻഡോഡമി ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ, ലേണിംഗ് ആപ്പിലൂടെയും അതുപോലെ തന്നെ വെബ്സൈറ്റിലൂടെയും റെക്കോർഡഡ് ആനിമേറ്റഡ് ക്ലാസ്സുകൾ മുഴുവൻ ക്ലാസ്സും, അക്കൗണ്ടിങ്ങിൻ്റെ മുഴുവൻ ക്ലാസ്സും, അതുപോലെ +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്, ഈ മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ ലേണിംഗ് ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.